ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, പലയിടങ്ങളിൽ നിന്നും ഈ യന്ത്രത്തിന് തകരാറുണ്ട് എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ വോട്ടിംഗ് മെഷീൻ എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ തകരാറ് പരിഹരിച്ചോ? വോട്ടിംഗ് പുനരാരംഭിച്ചോ പ്രവീൺ പുരുഷോത്തമൻ പത്മനാഭോദയം സ്കൂളിലെ ബൂത്തിൽ? ഗുഡ് മോർണിംഗ് അരുൺ. കൃത്യം 7 മണിക്ക് തന്നെ ജില്ലയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. പക്ഷേ പല ബൂത്തുകളിലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ അവിടെ ബൂത്തിൽ യന്ത്രത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. പത്മനാഭോദയം സ്കൂളിലെ ബൂത്തിലെ യന്ത്രത്തിനാണ് തകരാറ് സംഭവിച്ചത്. അതുപോലെ പത്തനംതിട്ട കടപ്ര പഞ്ചായത്തിലെ 3-ാം വാർഡിലും വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ണശ സ്മാരക സ്കൂളിലെ 2-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിനാണ് തകരാറ് സംഭവിച്ചത്. ചെറുകോൽ ഗവൺമെൻറ് UPS സ്കൂളിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് അതായത് 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ പരിശോധിച്ചപ്പോൾ ചെറിയ തകരാറുകൾ കണ്ടെത്തിയിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കുമ്പഴ വടക്ക് പോളിംഗ് ബൂത്തിലാണ്. നമുക്ക് കാണാം നീണ്ട നിര, ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു വലിയ നിര ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ പോളിംഗ് ബൂത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരുണ്ട്. നാം പലരെയും കണ്ട് സംസാരിച്ചിരുന്നു. പ്രായമുള്ള ആളുകളൊക്കെ അവരൊക്കെ രാവിലെ തന്നെ റെഡിയായി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ നീണ്ട ക്യൂ തന്നെ കാണുന്നു. ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കലാശക്കൊട്ടും ഒപ്പം തന്നെ പ്രചരണവും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വലിയ ആവേശം തന്നെയാണ്. നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണ നാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഓർക്കുന്നുണ്ട്, രാവിലെ 7-നും 7:30-ക്കും ഇടയിൽ പല പോളിംഗ് ബൂത്തുകളിലും ആളുകളൊക്കെ വോട്ടർമാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇക്കുറി വലിയ നിര തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പത്തനംതിട്ടയിൽ 4 നഗരസഭകളിലേക്ക് വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് പന്തളം നഗരസഭയാണ്. അവിടെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ എത്തി NDAക്ക് വേണ്ടി വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അവിടെ NDA നേതൃത്വം പറയുന്നത് ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്നു. അതേസമയം LDF പന്തളത്ത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭാ പരിധിയിലെ പോളിംഗ് ബൂത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020-ൽ പത്തനംതിട്ട നഗരസഭ LDF ആണ് വിജയിച്ചത്. പക്ഷേ ഇക്കുറി UDF നേതൃത്വം പറയുന്നത് LDFിൽ നിന്നും ഭരണം UDF പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അടൂരും അതുപോലെ തന്നെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലും LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ 2 നഗരസഭകളിലാണ് LDF വിജയിച്ചത്. ഒരു നഗരസഭ BJPയും ഒരു നഗരസഭ UDFും വിജയിച്ചു. പക്ഷേ ഇക്കുറി 3 മുന്നണികളും പറയുന്നത് അവർ വലിയ മത്സരം തന്നെയാണ് ഇക്കുറി കാഴ്ചവെക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ കഴിഞ്ഞ തവണ LDF ആയിരുന്നു മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളിലും പത്തനംതിട്ട വിജയിച്ചത്. പക്ഷേ ഇക്കുറി UDF നേതൃത്വം പറയുന്നു ആ ഒരു 2020-ലെ ഫലമായിരിക്കില്ല ഇക്കുറി വരിക. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും പലയിടങ്ങളിൽ നിന്നായി തത്സമയം നിൽക്കുന്നുണ്ട്. റിപ്പോർട്ടർ ശൃംഖല തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാതി കേരളം വിധി എഴുതുമ്പോൾ അടിയൊഴുക്കുകൾ, ആവേശം എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ്. വാർത്ത കൂടി വരുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതേ ഉള്ളൂ, ഒരു വോട്ടിംഗ് മെഷീന് തകരാറിലായ വാർത്ത വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞങ്ങോട്ട് പിന്നീട് വാർത്തകളുടെ ഒരു പൂരമാണ്. ആറ്റിങ്ങൽ പരവൂർക്കോണം സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ആദ്യ വോട്ടിടുമ്പോഴാണ് ആ യന്ത്രം തകരാറിലായത്. അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസറൊക്കെ നെഞ്ചിടിച്ച് കാണും. കരുണാപുരം 5-ാം വാർഡ് ബൂത്തിൽ 2-ാം വോട്ടിംഗ് മെഷീൻ 2-ൽ 5-ാം വാർഡ് ബൂത്ത് 2-ൽ കരുണാപുരത്ത് നെടുങ്കണ്ടത്ത് പഞ്ചായത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് മുടങ്ങിയിട്ടുണ്ട്. തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കരുണാപുരം വാർഡ് 7 1-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിട്ടുണ്ട്. റിസർവ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും ബൂത്തിൽ വോട്ടിംഗ് മെഷീനിലെ തകരാറുകളുണ്ട്. ചിലയിടങ്ങളിൽ പരിഹരിച്ചു, ചിലയിടങ്ങളിൽ ഇപ്പോഴും പരിഹരിക്കാനായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. ചില ബൂത്തുകളിൽ മാത്രം, അപൂർവം ചില ബൂത്തുകളിൽ മാത്രം. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 11,167 ബൂത്തുകളാണ് ഉള്ളത്. വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പാതി കേരളം വിധി എഴുതുകയാണ്. 36,000-ലധികം സ്ഥാനാർത്ഥികൾ മത്സരങ്ങൾ